അങ്ങനെ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് കുറച്ച് സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. ഈ ഒരു സംഭവം തേച്ചിട്ട് തലമുടി കറുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇന്നെ വന്ന് തല്ലരുത്. ചിലരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ലെന്ന് കേട്ടിട്ടില്ലേ? അതന്നെ ഞാൻ രാവിലെ എണീച്ച് വന്നപ്പോൾ ഈ ഒരു സംഭവം ചട്ടിയിലിരിക്കുന്നു. ഇത് ഇന്നലെ അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് കൊണ്ടുചേർന്നു. എന്തൊക്കെയാണ് വേണ്ടിച്ചാൽ ബീട്രൂട്ട്, നീലമരി, എന്താ പറയുക, അലവേര ജെല്ല്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുക, കുറുക്കിയിട്ട് വരച്ചിട്ടൊക്കെ. ഞാൻ എന്ത് കരുതി, രാവിലെ എണീച്ചാൽ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത്രയും പുലർച്ചയ്ക്ക് എണീച്ചിട്ട് ഇത് ഉണ്ടാക്കി വയ്ക്കുന്ന എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് തേച്ചാൽ കറുക്കും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഈ സാഹസത്തിന് ഇറങ്ങുന്നത് കേട്ടോ. അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് നേരെ ഈ മുന്നത്തെ മുടികളിൽ മാത്രമേ ഉള്ളൂ. നല്ല മുടിയുണ്ട്, ബാക്കത്തെ മുടിയിലൊരു പൊടി പോലും നിര വന്നിട്ടില്ല. എന്നാൽ എനിക്കാണ് പിന്നെയും ഇടയിൽ കൂടെയൊക്കെ നിര കയറാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ. അങ്ങനെ അമ്മയ്ക്ക് ഈ ഫ്രണ്ടത്തെ നിര ഇപ്പോൾ വലിയ പിടുത്തമില്ല. പിന്നെ കുറച്ച് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അമ്മയ്ക്ക് ഹെന്ന ചെയ്തിട്ടുള്ള ഒരു മറ്റേ കളർ ഇഷ്ടമല്ല. അപ്പോൾ അമ്മ അങ്ങനെ നാച്ചുറലായിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ കല്യാണം പ്രമാണിച്ച് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കല്യാണം പ്രമാണിച്ചിട്ട് ഞങ്ങളും കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ അമ്മ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ അമ്മീനോട് പറഞ്ഞു, അമ്മേ കുറച്ച് വൈകിട്ട് എടുത്തിറക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാറുന്നില്ലേ, എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ എടുക്കാറുന്നില്ലേ, ഇത് ഷെയർ ചെയ്യാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എങ്ങാനും സക്സസ് ആയാലെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഇതെന്താണെന്നറിയോ, ഇതിങ്ങനെ തേക്കണം എന്ന് മാത്രമല്ല കേട്ടോ, 3 മണിക്കൂർ നമ്മളിത് വെക്കണം. ബീട്രൂട്ട്, അലവേര ജെല്ല്, മറ്റേ അങ്ങനെ എന്തൊക്കെ, നീലമരി, പിന്നെന്തോ ഒക്കെ പട അരച്ചിട്ടും കുറുക്കിയിട്ടൊക്കെയാണ് സംഭവം ഉണ്ടാക്കുക. ഇത് അമ്മേൻ്റെ തലയിൽ പുരട്ടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ ഉണ്ട് ഏകദേശം ഒരു കറുത്ത കളർ. ഇനി ഒന്നും നോക്കാമല്ല, നമ്മുടെ തലമുടി കറുത്ത് പാറന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ സെറ്റായി. അമ്മ 3 മണിക്കൂറൊക്കെ ആണെങ്കിൽ എങ്ങനെയും ഒരു 4 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ സ്കിൻ കെയറിലേക്ക് കടന്നു. മറ്റേ ഓമക്കായ, ഞാൻ മുന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓമക്കായും പാലും കൂടി കേട്ടോ ഞാനിങ്ങനെ അടിച്ചു വെച്ചിട്ടുള്ളത്. എനിക്ക് വലിയ മാറ്റം തോന്നില്ല, എന്നാലും വെറുതെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് തേക്കുക. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുത്ത രാവിലെ തണുത്ത ഐസും കട്ട മുഖത്ത് തേക്കുമ്പോൾ നല്ല സുഖമാണ്. ഇത് തേച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യണം കേട്ടോ. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷേ സൺസ്ക്രീന് ഞാൻ റീസെൻ്റ്ലിയാണ് യൂസ് ചെയ്യാൻ തുടങ്ങി. റീസെൻ്റ്ലി പറഞ്ഞാൽ ഒരു 1 ഇയർ എൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ മുന്നേ ചെയ്തിരുന്നു. ഫേസ് വാഷ്, ടോണർ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. മറ്റേ മോയ്സ്ചറൈസർ, ലിപ് ബാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അങ്ങനെ ഈ സംഭവം തേച്ചിട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കാൻ വയ്ക്കും. ഡ്രൈ ആയതിന് ശേഷം ഞാൻ പോയിട്ട് കഴുകി കളയും. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് എൻ്റെ ചെക്കനെ കുരുത്തക്കേട് കാണിച്ചു. ഓനിങ്ങനെ മുഖത്ത് തേക്കണതൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ അധികം ചെറുപയറൊക്കെ തേക്കുന്ന സമയത്ത് ഓൻ പേടിയാണ്. അപ്പോൾ അവനെ പേടിപ്പിക്കാൻ പോയപ്പോൾ നല്ലൊരു മേട്ടം എനിക്ക് കിട്ടി. അങ്ങനെ 3 മണിക്കൂർ 4 മണിക്കൂർ വെച്ച് അമ്മയ്ക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് എവിടെയൊക്കെ തോന്നി. പക്ഷേ എനിക്ക് ഫേസ് ചെയ്യിപ്പോൾ നല്ല വ്യത്യാസം തോന്നി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.